നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കുണ്ടന്നൂരിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കുണ്ടന്നൂർ സ്വദേശി കോലത്തട്ടിൽ സുനിലിനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാവിലെ 8:30 കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ കുണ്ടന്നൂർ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിനും പള്ളിക്കും ഇടയിലാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തു നിന്നും വരികയായിരുന്ന സ്വകാര്യ ബസ് ബൈക്കിനെ മറികടക്കുന്നതിനിടയിൽ ഹാൻഡിലിൽ കുത്തിവലിക്കുകയായിരുന്നു. പരിക്കേറ്റ സുനിലിനെ നാട്ടുകാരും ആക്സ് പ്രവർത്തകരും ചേർന്ന് അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഉയർന്ന താപനില മുന്നറിയിപ്പ്. വിവിധയിടങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് അറിയിപ്പ്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ സാധ്യതയെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, മലപ്പുറം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്നും അറിയിപ്പ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പേരാമംഗലം യൂണിറ്റ് മുൻ വൈസ് പ്രസിഡന്റും ആരോൺ കേബിൾ വിഷൻ ഉടമയുമായ പേരാമംഗലം നീലങ്കാവിൽ ലിൻസൺ നിര്യാതനായി 48 വയസ്സായിരുന്നു. സംസ്കാരം വൈകിട്ട് 4:30 പേരാമംഗലം സെന്റ് മേരീസ് ദേവാലയത്തിൽ നടക്കും. ജിനി ഭാര്യയാണ് ആരോൺ, ഫേബിൻ എന്നിവർ മക്കളാണ്. ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായി പോർക്കുളം പഞ്ചായത്തിൽ GRC സംഗമം നടത്തി. പഞ്ചായത്ത് മാതൃകാ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ശ്രീജ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ CF ജോൺ ജോഫി മുഖ്യ അതിഥിയായിരുന്നു. വൈസ് പ്രസിഡന്റ് ജിഷ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ബാലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC കുഞ്ഞൻ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ, കാറ്ററിംഗ് ടീം അംഗങ്ങൾ, പഞ്ചായത്തിലെ വനിതാ ഡ്രൈവർമാർ എന്നിവരെ ആദരിച്ചു. ഡോക്ടർ ജോൺ ജോഫിയുടെ മോട്ടിവേഷൻ ക്ലാസും ഉണ്ടായി. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സ്വാഗതവും കമ്മ്യൂണിറ്റി കൗൺസിലർ നിവ്യ നന്ദിയും പറഞ്ഞു. മൂന്നാമത്തെ ഒരു ലിംഗം കൂടിയുണ്ട്. അടുത്ത കാലത്തല്ല, ഒരു പണ്ടും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവരെ അവഹേളിക്കുക, നാണം കിടന്ന പെണ്ണുകട്ടോരെ എന്ന് പറയുന്ന ഭാഷ പോലും അതിശയാക്കുന്നുണ്ട്. അത് മാറ്റി അവരും മനുഷ്യരാണെന്നായിരിക്കണം മൂന്നാമത്തെ ഒരു ലിംഗവും ഭിന്നലിംഗം എന്ന് പറഞ്ഞു. അപ്പൊ മനുഷ്യന്മാരിപ്പോ ആരൊക്കെയാണ്? ആണ്, പെണ്ണ്, ഭിന്നലിംഗം, 3 കൂട്ടർ. ഇവിടെ ഞാൻ സംസാരിക്കുന്നത് സ്ത്രീകളെ പറ്റി 3 കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കൊരു ചോറ കാപ്പി ഉണ്ടോ? എന്നെ വിളിച്ചോടുന്ന നിങ്ങൾക്ക് മുതലാവണമെങ്കിൽ 2 മണിക്കൂർ എന്നെ കൊണ്ട് സംസാരിക്കണം. അപ്പൊ അതൊക്കെ പോയി, സഭയൊക്കെ പോയി, അതൊക്കെ നഷ്ടം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കേൾക്കുന്നില്ലേ? എന്നെ നിങ്ങൾ മുതലാക്കി 2 മണിക്കൂർ സംസാരിക്കും. ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി വടക്കേക്കാട് പഞ്ചായത്തിലെ 20 കർഷകർക്ക് 6000 മത്സ്യവിത്ത് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഗ്രാസ് കാർപ്പ് ഇനത്തിൽപ്പെട്ട മത്സ്യവിത്താണ് വിതരണം ചെയ്തത്. ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർമാരായ രുക്മിയ സുധീർ, ശ്രീധരൻ മാക്കാലിക്കൽ, KV റഷീദ്, ഷനിൽ അപ്പു, ഫിഷറീസ് പ്രൊമോട്ടർ ഗീതമോൾ CK എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി യദുകൃഷ്ണന് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. കുടുംബം പുലർത്താൻ വേണ്ടി പഠനത്തോടൊപ്പം കക്ക വിൽപ്പന തട്ടിൽ ജോലി ചെയ്തിരുന്ന യദുകൃഷ്ണന്റെ അവസ്ഥയറിഞ്ഞ് ഒരു കൂട്ടം നന്മ മനസ്സുകൾ മുന്നോട്ട് വന്നതോടെ അന്തി ഉറങ്ങാൻ വീടായി. ചേറ്റുവ VS കേരളീയൻ വായനശാലയ്ക്ക് സമീപം 4.5 സെന്റ് ഭൂമിയും വീടും കൈമാറി. 15 ലക്ഷം രൂപയാണ് വീടും സ്ഥലവും വാങ്ങാൻ വേണ്ടത്. ആദ്യ ഗഡു 9 ലക്ഷം രൂപ വീട്ടുടമയ്ക്ക് നൽകി കരാർ ഒപ്പിട്ടതിനു ശേഷമാണ് വീട് കൈമാറ്റം നടത്തിയത്. സ്കൂൾ അധികൃതർ, പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒരു കമ്മിറ്റിയാണ് ഇതിനായി പ്രവർത്തിച്ചത്. ഇനിയും 6 ലക്ഷം രൂപ കൂടി സമാഹരിക്കണം. ചേറ്റുവ പാലത്തിന് സമീപം കക്കയും കല്ലുമ്മക്കായും വിൽക്കുന്ന തട്ടുകടയിൽ ജോലി ചെയ്യുന്ന പുതുവാക്കുളം വീട്ടിൽ യദുകൃഷ്ണനെയും കുടുംബത്തെയും അച്ഛൻ ഉപേക്ഷിച്ചു പോയതോടെ വർഷങ്ങളായി ചേറ്റുവ കോട്ട റോഡിൽ തകര ഷീറ്റ് മേഞ്ഞ ഓലമറച്ച വാടക വീട്ടിലായിരുന്നു താമസം. അസുഖം മൂലം ദേവയാനിക്ക് ജോലി ചെയ്യാൻ സാധിക്കാതായതോടെ യദുകൃഷ്ണൻ പഠനത്തോടൊപ്പം കക്ക വിൽപ്പനയും ചെയ്തു തുടങ്ങി. കുടുംബത്തിന്റെ അവസ്ഥയറിഞ്ഞ് ഗുരുവായൂർ MLA NK അക്ബർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് കുടുംബത്തെ വാടക വീട്ടിലേക്ക് മാറ്റിയിരുന്നു. യദുകൃഷ്ണന്റെ പഠനച്ചെലവും അമ്മയുടെ ചികിത്സയും സ്കൂൾ അധികൃതർ ഏറ്റെടുത്തിട്ടുണ്ട്. NK അക്ബർ MLA, സ്കൂൾ മാനേജർ MU ഉണ്ണികൃഷ്ണൻ, സ്കൂൾ പ്രിൻസിപ്പാൾ MD ഷീബ, പ്രധാന അധ്യാപിക M സന്ധ്യ, MC സുനിൽകുമാർ, CH റഷീദ്, പൊതുപ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.
നമ്മുടെ എല്ലാ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും പലരും ചെയ്തിട്ടുണ്ടാവും. പലരും ഇവിടെ ഇരിക്കണതൊക്കെ പൊതുരംഗത്ത് പലരുള്ളവരാണ്. വളരെ നല്ലൊരു പരിപാടി. അതിന് മുൻകൈ എടുത്ത സ്കൂളിൻ്റെ ടീച്ചർമാരെയും മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിനൊക്കെ പ്രത്യേകം ഞാനിതിൽ അഭിനന്ദിക്കുകയാണ്. നമ്മളൊരു കുട്ടിയെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടിയെ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കി പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളതൊക്കെ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇത് എല്ലാ അർത്ഥത്തിലും അങ്ങനെ കണ്ടെത്തിയതിൽ വളരെ സന്തോഷം. നമ്മൾ ഏറ്റവും അർഹതപ്പെട്ട ഒരാളാണ് കണ്ടെത്തിയത്. അപ്പോൾ ഞാൻ ഇന്ന ആൾക്കാരൊന്നും പറയണില്ല. കുന്നംകുളം പോളിടെക്നിക് കോളേജിലെ ടെക് ഫെസ്റ്റ് ഇന്ന് സമാപിക്കും. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടൂൾ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകൾ സംയുക്തമായാണ് ഇന്നോവേര 1.0 സംസ്ഥാനതല ടെക് ഫെസ്റ്റ് നടത്തുന്നത്. വെള്ളിയാഴ്ച രാവിലെ അഞ്ഞൂർ പാർക്കാടി അമ്മ തിരുവാതിര സംഘം അവതരിപ്പിച്ച തിരുവാതിരക്കളിയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. സാങ്കേതികവിദ്യയും നൂതന ആശയങ്ങളും ഒത്തുചേരുമ്പോൾ എന്ന ആശയത്തിന് ഊന്നൽ നൽകി സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിൽ വിവിധ മേഖലകളിലുള്ള സാങ്കേതിക മത്സരാർത്ഥികൾ കലാമത്സരങ്ങളും ടെക്നിക്കൽ മത്സരങ്ങളും നടത്തി. CPIM-ന്റെയും കർഷക സംഘത്തിന്റെയും സമുന്നത നേതാവായിരുന്ന VR പുഷ്കരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കേരള കർഷക സംഘം എളവള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിന്റെ ഭാഗമായി പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടത്തി. CPIM ജില്ലാ കമ്മിറ്റി അംഗവും കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ TV ഹരിദാസൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കർഷക സംഘം എളവള്ളി മേഖലാ പ്രസിഡന്റ് MR രജിതൻ അധ്യക്ഷത വഹിച്ചു. TN ലെനിൻ, ശ്രീകുമാർ വാഗ, CK മോഹനൻ, PP മോഹനൻ, ലീന ശ്രീകുമാർ, TB സന്തോഷ് എന്നിവർ സംസാരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തലക്കോട്ടുകര ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം നടന്നു. വെള്ളിയാഴ്ച രാവിലെ നട തുറക്കലിനെ തുടർന്ന് ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, കലശം, മറ്റു വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികനായി. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി രാവിലെ 8-ന് പൊങ്കാല സമർപ്പണം നടന്നു. ക്ഷേത്രം മേൽശാന്തി അനീഷ് തിരുമേനി, ദേവസ്വം ഓഫീസർ TK ധന്യ, ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ P മാധവൻ, VV രാജൻ തുടങ്ങിയവർ നിലവിളക്ക് കൊളുത്തിയതിനെ തുടർന്ന് തുടക്കം കുറിച്ച പൊങ്കാല സമർപ്പണത്തിന്റെ ഭാഗമായി മേൽശാന്തി അനീഷ് തിരുമേനി പണ്ടാര അടുപ്പിലേക്ക് തീ പകർന്നു. തുടർന്ന് പൊങ്കാല സമർപ്പണത്തിനെത്തിയ ഭക്തരുടെ അടുപ്പുകളിലേക്കും തീ പകർന്നു. 200-ലേറെ വരുന്ന ഭക്തർ അരിയും ശർക്കരയും ഉപയോഗിച്ച് തയ്യാറാക്കിയ പൊങ്കാല ഭഗവതിക്ക് നിവേദിച്ചു. ദേവസ്വം ഓഫീസർ TK ധന്യയും ഭക്തജനങ്ങൾക്കൊപ്പം പൊങ്കാല സമർപ്പണത്തിൽ പങ്കാളികളായി. തുടർന്ന് ഭക്തർക്കായി കഞ്ഞിയും പുഴുക്കും അടങ്ങുന്ന പ്രഭാത ഭക്ഷണം വിതരണം ചെയ്തു. വൈകിട്ട് താലപ്പൊലിയെ തുടർന്ന് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ 51 മേള കലാകാരന്മാരെ അണിനിരത്തിയുള്ള ആൽത്തറമേളം അരങ്ങേറും. കോക്കൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഷഷ്ഠി ആഘോഷിച്ചു. രാവിലെ കളമധുര ക്ഷേത്രത്തിൽ നിന്നും ശൂലം എഴുന്നള്ളിപ്പുകളെത്തി. ഉച്ചയ്ക്ക് ഭക്തജനങ്ങൾക്കായി ക്ഷേത്രത്തിൽ പ്രസാദ ഊട്ട് നടന്നു. നിരവധി ഭക്തജനങ്ങൾ പ്രസാദ ഊട്ടിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം ഭക്തി നിർഭരമായി നടന്ന ദേശവലത്തിൽ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ഭഗവാൻ തേരിലേറി ദേശം ചുറ്റിയെത്തി. ഉടുക്കുപാട്ടിന് DS മോഹനും സംഘവും, തായമ്പകയ്ക്ക് ചൂണ്ടൽ തായങ്കാവ് രാജന്മാരാരും നേതൃത്വം നൽകി. കാവടിയാട്ടം, നാഗസ്വരം, ചിന്തുപാട്ട്, ചുറ്റുവിളക്ക് എന്നിവയും ഷഷ്ഠി ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി ഷിജിൻ മുല്ലശ്ശേരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ KP ഗോപാലൻ, KS രമേശ് എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 850 രൂപ, പവന് 64,400 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 106 രൂപ. ആർത്താറ്റ് ചീരംകുളം റോഡിൽ താമസിക്കുന്ന കുരഞ്ഞിയൂർ രാഘവൻ മകൻ പ്രവീൺ രാജ് ദുബായിൽ വെച്ച് ഹൃദയാഘാതം മൂലം മരിച്ചു. സംസ്കാരം ഗുരുവായൂർ നഗരസഭ ക്രിമിറ്റോറിയത്തിൽ നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.